എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധന്യ. സേഫ് ടൂർ കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പഞ്ചായത്തിലുള്ള ഹരിദാസേട്ടന്റെ അടുത്താണ് എത്തിയിട്ടുള്ളത്. അപ്പൊ ഹരിദാസേട്ടനെ കുറിച്ച് നിങ്ങളോട് അധികം ഒന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ പച്ചക്കറി കൃഷിയുടെ തന്നെ ഭാഗം 1-ലും 2-ലും ഉണ്ടായിരുന്ന ഹരിദാസേട്ടൻ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പൊ അതേ തോട്ടത്തിലെ ഭാഗം 2-ലുണ്ടായ അതേ തോട്ടം തന്നെയാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ ആഴ്ചയ്ക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ നല്ല മഴയായിരുന്നു എന്ന് നമുക്കറിയാം. ആ വെള്ളം കയറി ഏകദേശം ഇത് മുങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷെ എന്തോ ഈ പറഞ്ഞ പോലെ പ്രകൃതി നമ്മളെ കൈവിട്ടില്ല. അതേ രീതിയിൽ വേണം പറയാനായിട്ട്. വെള്ളം ഇറങ്ങിയെങ്കിലും പ്രത്യേകിച്ച് പച്ചക്കറിക്കൊന്നും കാര്യമായ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ പച്ചക്കറി കൃഷിയുടെ ഭാഗം 3 തന്നെ നമുക്ക് കാണാം. എന്തായാലും സമയം കളയേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകും. നമ്മളെ പച്ചക്കറി കൃഷിയുടെ ഭാഗം 3 എടുക്കാനായിട്ട് നമ്മൾ ഹരിദാസേട്ടന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഭാഗം 3 എടുക്കുന്നതിന് മുൻപ് ഹരിദാസേട്ടൻ ടെൻഷൻ അടിച്ച ഒരാഴ്ചയായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളും ഇപ്പൊ ഈ ഭാഗം 3-ലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഹരിദാസേട്ടനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. എന്താ ഹരിദാസേട്ടാ, നമ്മളെ ഭാഗം 2 എടുത്തതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്? നല്ല മഴ പെയ്തു. ഒരു 10-12 ദിവസം പച്ചക്കറി വാഴ എല്ലാം കൂടി വെള്ളത്തിലായിരുന്നു. അതിന്റെ ക്ഷീണം ഉണ്ടോ? പക്ഷെ ഞാൻ ആദ്യം നമ്മുടെ തുടക്കത്തില് അന്ന് ഞാനത് പറയാൻ വിട്ടതുകൊണ്ട് ട്രൈക്കോഡർമി ചാണകപ്പൊടി വേപ്പുമിണ്ണാക്കൂടി സമ്പുഷ്ടീകരിച്ചിട്ട് ആദ്യം ഞാൻ ചെയ്തിരുന്നു. അതുകൊണ്ടായിരിക്കും ഇപ്പൊ വലിയ ഫംഗസിന്റെ രോഗമൊന്നും ഇല്ലാതെ ആ ബ്ലീച്ചിങ് പൗഡറിന്റെ ഇതിന്റെ എല്ലാം കൂടി ഉള്ളതുകൊണ്ടായിരിക്കും നമ്മൾക്ക് ഇപ്പൊ സംഗതി പിടിച്ചു നിന്നത്. ഇപ്പൊ വലിയ കേടൊന്നുമില്ല. കേടില്ല എന്നല്ല, എനിക്ക് തോന്നുന്നു ഇനി അത് പോസ്റ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ഈ പറഞ്ഞ പോലെ എന്തോ ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ ദൈവത്തിന്റെ ഒരു കരുതൽ നമുക്ക് കിട്ടിയെന്ന് വേണം. ഒരു ആഴ്ചയോളം ഈ പറഞ്ഞ പോലെ ഈ പച്ചക്കറിയുടെ ഇടയിലൊക്കെ വെള്ളമായിരുന്നു. പിന്നെ അതുമല്ല, രാസവളം ഉപയോഗിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ ഈ കാണുന്ന രീതിയിൽ പച്ചക്കറി നിലനിൽക്കുന്നത് തന്നെ. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇനി പച്ചക്കറിക്ക് നമ്മളെ മുൻകൂട്ടിയുള്ള മുൻകരുതലോട് നല്ലൊരു അതിനൊരു പ്ലസ് പോയിന്റ് ആണെന്ന് എനിക്ക് സംശയമാണ്. കാരണം വെച്ചാല് നമ്മളെ ഇതിങ്ങനെയുള്ള വെള്ളം നിന്നാൽ തന്നെ ബാക്ടീരിയ പിടിച്ച് കയറി ഇതൊക്കെ പിന്നെ പെട്ടെന്ന് നശിക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് സാധാരണ ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനത്തെ ഒരു ഇപ്പോഴും കാണുന്നില്ല. ഇനി വന്നുകൂടാന്നുള്ളത് നമ്മൾ പറയുന്നില്ല കേട്ടോ, അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല. ഇനി ഏതായാലും ഇപ്പൊ ഏതായാലും പന്തലിന്റെ ഏകദേശം 1.5-2 മീറ്റർ വരെ ചെടി വലുതായി. ഇനിയിപ്പോ ഇതുവരെ ഇംഗ്ലീഷ് വളരാതെ ഇനിയിപ്പോ നമ്മൾ ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇനിയിപ്പോ ഇംഗ്ലീഷ് വളരാനുള്ള പുറപ്പാടിലാണ്. വളം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അധികം രാസവളത്തുമ്മക്ക് ഇപ്പൊ ചെല്ലാതെ കുറച്ച് വളരെ 50 ഗ്രാം ഇപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഞാൻ ഇപ്പൊ ഇടുള്ളൂ. ഒരു ചെടി ഒരു തടത്തിന്, ഒരു ചെടിക്കല്ല, ഒരു തടത്തിലേക്ക്. അതായത് ഒരു 3 കട 4 കടക്ക് വരെ ഇല്ലേ? ഒരു തടത്തിൽ 3 എണ്ണം ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ ഈ ആദ്യത്തെ രാസവളം, അതായത് ആദ്യത്തെ രാസവളം തന്നെ പറയാം. അപ്പൊ എന്തൊക്കെയാണ് ആദ്യത്തെ രാസവളം? ഇത് ഞാൻ രാജപോസ് അതിന് പകരം ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതിൽ ഉപയോഗിക്കുന്നത് ഇഫ്കോന്റെ മറ്റേ DAP ആണ്. പിന്നെ എന്താണ് രാജപോസിന് പകരം DAP ചെല്ലാമെന്ന് വിചാരിച്ചത്? ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള വ്യത്യാസം തന്നെ. ഇപ്പൊ ഇത് തന്നെയാണ് നല്ലത്, ഏത് രാജപോസ്. പക്ഷെ നമ്മള് കാശിന്റെ കുറച്ചൊരു വ്യത്യാസത്തില് നമ്മൾ തിരക്കാണ്. അതായത് രാജപോസ് ആണ് നമ്മളിപ്പോ 1 കിലോ ഇടുന്നോടത്ത് പിന്നെ DAP ആകുമ്പോ നമ്മൾക്ക് 200 ഗ്രാം ചേർത്താൽ മതി. പിന്നെ രാജപോസിന് നമ്മൾക്ക് ഒരു ചാക്കിന് 750 രൂപ കൊടുക്കണം. ഇതില് പിന്നെ 1400 രൂപ കൊടുത്താൽ മതി. ഏതിന്? DAPക്ക്. ഇതിലാണ് 46% ഫോസ്ഫറസ് ഉണ്ട്. മറ്റേ 10-12% ഇതിലുള്ളൂ രാജപോസില്. പിന്നെ ഇതുള്ളത് യൂറിയാണ്. യൂറാഷ്, ഇത് ബയോസൈമ്, ഇത് റാലി ഗോൾഡ്. ഇതിപ്പോ നമ്മള് പറഞ്ഞാല് ഒരു ചാക്ക് DAPയിലേക്ക് നമ്മള് 1.5 ചാക്ക് പൊട്ടാഷ്, 1.5 ചാക്ക് യൂറിയ, ഒരു 10 കിലോ, ഇത് 20 കിലോന്റെ ബാഗാണ്. 10 കിലോ നമ്മുടെ ബയോസൈമ്, 8 കിലോന്റെ ബക്കറ്റാണ് റാലി ഗോൾഡ്. ഇതിന് അതുപോലെ ഒരു 4 കിലോ മറ്റേ റാലി ഗോൾഡും ഇത് ചേർത്താൽ 4 കിലോ കൊടുക്കും. ഇതിനിപ്പോ മിക്സ് ചെയ്യാൻ ഓരോ ചാക്ക് ബാക്കിയുണ്ട്. ഇനി ആവശ്യം വരുന്ന അടുത്താകുമ്പോഴത്തേക്ക് എടുക്കാന്നുള്ളൂ. ഇപ്പൊ ഒരു 50 ഗ്രാം കണ്ട് ഒരു തടത്തിലേക്ക് നമ്മൾ ഇടുള്ളൂ. ഒരു 3 ചെടിക്ക് ഒരു 50 ഗ്രാം കണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതായത് ഒരു തടത്തിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 കടയുണ്ടാവും. 3 കടയ്ക്ക് വേണ്ടി 50 ഗ്രാം. ആ തോതിലാണ് ഇപ്പൊ നമ്മൾ ഇതായിട്ട് ചേർന്നത്. കാരണം ക്ഷീണിച്ച് നിൽക്കുകയാണ് ചെടി. വല്ലാതെ ഡോസ് കൂട്ടിപ്പോ നമുക്ക് കൊടുത്തുവിടാൻ കരുതിയിട്ട്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ ബയോസൈമും റാലി ഗോൾഡും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊന്ന് ചെടിയിൽ ബൂസ്റ്റ് ആവാൻ പറ്റില്ല. ഇതില് നമ്മള് ഈ വാമ് മറ്റേത് ഉള്ളത് കൊണ്ട് നമ്മൾക്ക് കുറച്ചൊക്കെ നമ്മള് ഇതിന്റെ പിന്നെ വേരിന്റെ വളർച്ച, വയറിന്റെ കേടൊക്കെ നമുക്ക് തീർന്നിട്ടും ഇതിലൊക്കെ ഹ്യൂമിക്കും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് വളർച്ച ത്വരിതപ്പെടുത്തും. മറ്റേ അതെല്ലാം കൂടെ മറ്റേതായിട്ട് നമ്മൾ വളരെ ഇതിപ്പോ ചെറിയ ശതമാനം ഇപ്പൊ ഇതിപ്പോ 2 ഏക്കറും 10 സെന്റ് സ്ഥലത്തിലേക്ക് നമ്മൾക്ക് പിന്നെ ഇത്രയും വളം ചേർത്താൽ തന്നെ നമ്മൾക്ക് 2 തവണ വളം ചെയ്യാണ്ടാവും. നമ്മളിപ്പോ മിക്സ് ആക്കിയ വളം തന്നെ.
രണ്ട് തവണ കൂടുതൽ ഉണ്ടാവും ഒരു പക്ഷേ. ഇപ്പൊ ശരിക്കും ഏകദേശം ഈ ഒരു മാസത്തെ വളർച്ചയായി, ഏകദേശം ഒരു മാസമായി, ഒരു മാസത്തെ വളർച്ച ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ മഴ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ രാസവളം ഇത്രയും വൈകിയത്. നല്ല രീതിയിൽ പരിചരിക്കണം എന്നുള്ള ചിന്തയാണ്. പക്ഷെ നമ്മളെ സാഹചര്യവും കാലാവസ്ഥയും നമ്മൾക്ക് അനുകൂലം അല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ഇത് ഇപ്പോഴേ പിന്നെ ഒഴുകിപ്പോയി, നമ്മളെ വളപ്രയോഗം വൈകി. അതെ, അപ്പൊ കൃത്യമായ വളപ്രയോഗം ആയിരുന്നുവെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 45 ദിവസം ആകുമ്പോഴേക്കും ഈ പയറൊക്കെ ആണെങ്കിൽ നമുക്ക് വിളവായി തുടങ്ങും. ഇപ്പോഴേ കായ്പൊക്കെ ഉണ്ടല്ലോ, ചെറിയ പൂവായി തുടങ്ങി. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് വളങ്ങൾ ചെയ്യുന്നതിനുള്ള വളക്കൂട്ടുകളും കണ്ടു കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഇനി നമുക്കൊന്ന് പച്ചക്കറി എങ്ങനെയുണ്ട്, ഈ വെള്ളം കയറി ഇറങ്ങിയിട്ട് ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നേരിട്ട് നമുക്ക് കണ്ടറിയാം. എന്തായാലും നമ്മൾ ഒരു മാസത്തോളമായിട്ട് ഏകദേശം ഇതിൽ ഈ പറഞ്ഞ പോലെ പെസ്റ്റിസൈഡോ അല്ലെങ്കിൽ ഫംഗിസൈഡോ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇനി നമ്മൾക്കിത് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കുരുടിപ്പൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മായയിൽ കൂടുതലായിട്ട് കുരുടിപ്പ് കണ്ടു തുടങ്ങി. പക്ഷെ പാലി ഇനത്തിൽ കൈപ്പയുടെ കാര്യമായിട്ട് കുരുടിപ്പ് കണ്ടു തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ എന്താണ് ആദ്യം തന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നീരൂറ്റി കുടിക്കുന്ന ആദ്യം നമ്മൾ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ വരാണ്ടിരിക്കാനും നശിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഒബ്രോണോ മജിസ്ട്രോ ടാറ്റമിഡോ അങ്ങനെ ഏതെങ്കിലും ഒരു മരുന്ന് നമ്മൾ കൊടുക്കും. കാരണം മറ്റൊന്നുകൊണ്ടല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ നീരൂറ്റി കുടിക്കുന്ന വെള്ളീച്ചൊക്കെയാണ് പ്രധാനമായിട്ട് ഈ വൈറസ് രോഗങ്ങൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പകർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ വെള്ളീച്ചനെ നമ്മൾ അല്ലെങ്കിൽ നീരൂറ്റി കുടിക്കുന്നതിനെ നമ്മൾ നിയന്ത്രിക്കണം. പിന്നെ എന്താണ് നമ്മൾ അടുത്തൊരു മരുന്ന്? പിന്നെ വല്ലാതെ അതിന്റെ വ്യത്യാസമായിട്ട് നമുക്ക് ഞാൻ ഗ്രാനിൽസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴൊരു മരുന്നുണ്ട്. അതില് നമ്മളെ ബാക്ടീരിയനെയും ഫംഗസിനെയും നശിപ്പിക്കാനുള്ള ഒരു മരുന്നാണ്. ഞാൻ കഴിഞ്ഞ വർഷം പിന്നെ നല്ല പച്ചക്കറിയൊക്കെ വെച്ച് നല്ല റിസൾട്ടാണ്. അതും പ്രയോഗിക്കണം എന്നാണ് ഞാനിപ്പോ ഉപയോഗിക്കുന്നത്. കാരണം വെച്ചാൽ ഇനിയിപ്പോ നല്ല വില കൂടുതലുള്ള നീരൂറ്റി കുടിക്കാൻ ഈ ഒബ്രോൺ എന്ന് പറയുമ്പോ ഏറ്റവും വില കൂടിയ മരുന്നുകളിലാണ്. അപ്പൊ ഈ വില കൂടിയ എന്താണ് ഈ പിടിക്കുന്നത്? വില കൂടി നമുക്ക് ഇനി പരീക്ഷിച്ചുകൂടാ. കാരണം വെച്ചാൽ ഇത്രയും കാശ് മുടക്കിയിട്ട് ഇതിപ്പോ നമ്മൾക്ക് സാധാരണ ഇതിലാണെങ്കിൽ ഇത്രയും കാശ് കൊണ്ട് ഇപ്പൊ നമ്മൾ കായ്ക്കേണ്ട ഇതായിരുന്നു. പക്ഷെ ഇത് വെള്ളം വന്നുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇതായത്. ഇപ്പൊ പൂവായി ഇതിപ്പോ നമ്മള് മറ്റേ നല്ല വളർച്ച എത്തിയാൽ ഏകദേശം കായ്മലേക്ക് എത്തുമായിരുന്നു. പക്ഷെ ഇനിയിപ്പോ നമ്മളെ പരീക്ഷ ഇരുന്നാലേ ലക്ഷക്കണക്കിന് രൂപയില് പന്തലായിട്ടും തൊഴിലാളികൾ കൗലിയായിട്ടും നമ്മള് പിന്നെ വെട്ടുണ്ടാക്കലായിട്ടും ഒക്കെ ആയിട്ട് നല്ല കാശ് ചെലവായതാണ്. ഇനിയിപ്പോ അത്രയും കാശ് മുടക്കി നമ്മൾ ഇനിയിപ്പോ ഈ ചെറിയൊരു കാശ് മുതൽ നമ്മൾ പിഷ്കത്തരം കയറ്റിയാല് ഇത് വഷളായി പോകും. അത് നമ്മള് ഒബ്രോണ് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ പിന്നെ മജിസ്ട്രും നല്ല പിന്നെ നേരിട്ട് കുടിക്കുന്ന പ്രാണികളെ കൺട്രോൾ ചെയ്യാൻ ഇപ്പൊ നമ്മളൊക്കെ പ്രയോഗിച്ചാൽ നല്ല റിസൾട്ട് കണ്ട സാധനമാണ്. അപ്പൊ എന്തായാലും ഇനി അടുത്ത ഒരു വളപ്രയോഗം എന്ന് പറയുമ്പോ നമ്മൾ ഏകദേശം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുക? അടുത്ത് ഇത് തന്നെ ഇപ്പൊ കാലാവസ്ഥ വലിയ വ്യതിയാനമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറഞ്ഞാൽ ഇതിനെ വളർച്ച ചെയ്ത് നോക്കിയിട്ട് നമ്മളിത് ചെയ്യും. ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മളിത് കൊടുക്കും. കാരണം ഇപ്പൊ നമ്മൾ ഈ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് വലിയ ഡോസിൽ കൊടുത്തുകൂടാ. അതുകൊണ്ടാണ് ആദ്യത്തെ തവണ ഇത്രയും ഡോസ് കുറച്ച് നമ്മൾ ഒരു മൂന്ന് കൈപ്പൊക്കെ 4 പേരുണ്ടാവും. ചെരങ്ങക്ക് ഒരു തറമില് 3 പേരുടെ ഉള്ളത്. അതിന് 50 ഗ്രാം വീതാണ് ഇപ്പൊ കൊടുക്കുന്നത്. അത് മതി. എല്ലാം കൂടി മിക്സ് ആയത് 50 ഗ്രാം. അതൊന്ന് ഇതാക്കിയിട്ട് ചെടി ഒന്ന് ഇതായി നിൽക്കുമ്പോഴേക്കും പിന്നെ നമ്മളെ ഒന്ന് ബൂസ്റ്റ് ആയതിനു ശേഷം പിന്നെ നമ്മൾ അടുത്ത് നല്ല ഒരു രീതിയിൽ ഒരു 50 എന്നുള്ള ഒരു പിന്നെ 75 അങ്ങനെ 100 ഗ്രാമിന്റെ താഴെ കണ്ടിട്ട് നമ്മൾ ഒരു തറയിൽ ഇട്ട് കൊടുത്താൽ നമ്മൾ ഇത് പഴയ നിലയിലാവും. പ്രത്യേകിച്ച് ഒരു കാലാവസ്ഥയിലെ വ്യതിയാനം വരാണ്ടിരുന്നാല്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ ഈ ചുരങ്ങിക്കൊക്കെ ഈ ഒരു വാട്ടരോഗം പ്രശ്നമാണ്. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കുമിൾനാശിനി എന്തെങ്കിലും ഉപയോഗിക്കുമോ? അതിനെ അറിയാലോ. ചിരങ്ങക്ക് പറഞ്ഞാല് നമ്മൾക്ക് രാവിലെ പോകുമ്പോ നല്ല വള്ളിയായിരിക്കും. വൈകിട്ട് വരുമ്പോഴേക്കും ആ ദുർവാട്ടം കൊണ്ട് ബാക്ടീരിയന്റെ ആണ് നമ്മൾക്ക് ഇതായി. അത് നമ്മള് സംഗതി അത് പിന്നെ വാടി ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അതിന് നമ്മളിപ്പോ ആദ്യം നമ്മൾ ചെയ്യാനുള്ള ഇത് തന്നെയായിരുന്നു മറ്റേ ട്രൈക്കോഡർമസും. അത് നമ്മള് ചെറുപ്പത്തിൽ ചെയ്യേണ്ടത് അത് ന്യായമായിട്ടും ചെയ്തു. മറ്റേ ട്രൈക്കോഡർമ നമ്മൾ ആദ്യം ചാണകപ്പൊടി ഇട്ടു. അതിന്റെ ശേഷം പിന്നെ വേപ്പുണ്ടാക്കും ട്രൈക്കോഡർമി സമ്പുഷ്ടീകരിച്ചിട്ട് നമ്മൾ അത് ചെയ്തു കൊടുത്തു. അതിന് ശേഷം ഇപ്പൊ നമ്മൾ അതിന്റെ ഒക്കെ ബലത്തിലാണ് ഇത്ര കാലം പിടിച്ചിരുന്നത്. ഇനിയിപ്പോ നമ്മൾ രാസവളം കൊടുത്തു. ഇനിയിപ്പോ നമ്മൾ അതിന് ചെയ്യാനുള്ളത് വെച്ചാല് നമ്മൾ ഇതായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട വേണം. നമ്മള് പിന്നെ വാസ്റ്റിനോ മറ്റേ സാഫോ അങ്ങനെ എന്തേലും ഒഴിച്ചു കൊടുക്കും വേണം. തളിച്ചും കൊടുക്കണം. അപ്പോഴേ ഇതിനിപ്പോ നിൽക്കുള്ളൂ. ഇനിയിപ്പോ തളിച്ചു കൊടുക്കാൻ നമ്മൾക്ക് പിന്നെ ഗ്രാനിൽസ് ഞാൻ പറഞ്ഞില്ലേ, ഗ്രാനിൽസ് അങ്ങനെയുള്ള മരുന്ന് തളിച്ചു കൊടുക്കുക. പിന്നെ താഴെ വെച്ചു കൊടുക്കാൻ സാഫോ അങ്ങനെയുള്ള എന്തെങ്കിലും വാസ്റ്റിന് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് തന്നെ വീണ്ടും ഒഴിക്കരുത്, മാറ്റി ഒഴിക്കുക. ഇപ്പൊ ഈ വട്ടം ബാവസ്റ്റിന് ഒഴിച്ചാൽ അടുത്ത പ്രാവശ്യം നമ്മൾ
സാഫ് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുമല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ചുരങ്ങിക്കൊക്കെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കണം. വട്ടരോഗം കണ്ടിട്ടല്ല ചെയ്യേണ്ടത്, അതിന്റെ മുമ്പ് ചെയ്യണം. ഒരു കൃത്യമായ ഇടവേളകളിൽ തന്നെ നമ്മളത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ പറയുന്നത് നമ്മളുടെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിക്കുന്നത് എങ്ങനെയാണെന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാവും. നമ്മളെ ഒരു 90 കിലോ ചാണകപ്പൊടി, 10 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോ ട്രൈക്കോഡർമ. അത് നമ്മൾ പിന്നെ വെയിലത്തിട്ട് ഉണക്കി ഇതാക്കരുത്. പിന്നെ നമ്മൾ തണലിൽ തന്നെ ഇടണോ, അത് കൃത്യമായിട്ട് ഇളക്കി കൊടുക്കണോ. പിന്നെ നനവ് കുറവുണ്ടെങ്കിൽ നമ്മൾക്ക് വെള്ളം മരുന്ന് സ്പ്രേയിലൊക്കെ ആക്കി തളിച്ചു കൊടുക്കാനായിട്ടും നന്നാവുക. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പരിചരണം ഉണ്ടായാൽ നല്ല പൂപ്പൽ വരും. പക്ഷെ അതൊന്നും നമ്മൾ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ അത് ചെയ്തല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഇനി അത് എല്ലാം പൂർത്തീകരിച്ച് എന്നുള്ള നിലക്ക് നിൽക്കരുത്. നമ്മളിത് അതില് അപകടമായിട്ടുള്ള രീതിയിൽ ഫംഗസോ മറ്റോ വന്നാൽ നമ്മൾ അതിനെ ചികിത്സിച്ചേ പറ്റൂ. പിന്നെ അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സമ്പുഷ്ടീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 10 കിലോ വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഉപ്പുള്ള വേപ്പിൻ പിണ്ണാക്കൊക്കെ ആണെങ്കിൽ ചാക്കിൽ കെട്ടി നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കാനായിട്ട്, വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം വേണം അതിൽ നമ്മൾ ഈ പറഞ്ഞ ട്രൈക്കോഡർമ ചേർത്ത് മിക്സ് ചെയ്യാനായിട്ട്. എന്ന് മറക്കരുതാരും. നമ്മളൊന്ന് നോക്കി അറിയാം. ഇതാണ് നമ്മുടെ കൈപ്പയുടെ മായ. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോ കൈപ്പയുടെ പാലിയാണ്. വളർച്ചയിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. പാലിയുടെ വളർച്ച പൊതുവെ കുറവാണ്. അപ്പൊ എന്തായാലും നമുക്കിനി ഇത് പന്തലും പാകുമ്പോഴും ഈ ഒരു വ്യത്യാസം കാണാം. അതുപോലെ വിളവും പാലിക്ക് കുറവ് തന്നെയാണെന്നാണ് നമ്മളുടെ അറിവ്. വലിയ കുറവൊന്നും വിളവിൽ വരില്ല. അപ്പൊ എന്താ വെച്ചാൽ ഇതിനേക്കാളും ലാസ്റ്റ് ചെയ്യും, ഇതിനേക്കാളും കൂടുതൽ ദിവസം വിളവ് കിട്ടും പാലിക്ക്. അപ്പൊ പിന്നെ നമ്മളത് ഒത്തുപോകും. ഇത് പെട്ടെന്ന് കൂടുതൽ കായ ഉണ്ടാവും. ഇത് ഇത്തിരി കൂടി നാളെ നീണ്ടു നിൽക്കും. അപ്പൊ ഇനി പറഞ്ഞ പോലെ നമ്മൾ ഹരിദാസേട്ടന് എന്നും തിരക്ക് തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ പച്ചക്കറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പന്തൽ കെട്ടുന്നതിനേക്കാൾ വലിയൊരു പണി എന്ന് പറഞ്ഞാൽ ഇവരെ ഇങ്ങനെ കയറ്റി ഒന്ന് നമ്മൾ കുട്ടികളെ ചേർത്ത് കൊടുക്കുന്ന പോലെ ഒന്ന് അങ്ങോട്ട് ആക്കി പന്തലുമ്പോ ആക്കി കൊടുക്കാൻ. ഇതുകൊണ്ട് ആയില്ല. ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ വർഷം ഇട്ട ആ 3 ഏക്കറിൽ അവിടെ പച്ചക്കറി ഇട്ടുണ്ട്, അവിടേക്ക് പന്തലിന്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. ഇത് ഇവിടുത്തെ പന്തലിന്റെ പണി കഴിഞ്ഞിട്ടാണ് ഇനി അങ്ങോട്ടേക്ക് തിരിയാൻ കൊടുക്കാൻ. കെട്ടണം. അപ്പൊ അതായത് ഈ പറഞ്ഞ പോലെ ഓരോ തലയും കുട്ടികളെ നോക്കുന്ന പോലെ ഇവരെ ഒന്ന് പന്തലുമൊക്കെ ആക്കി കൊടുക്കാന്ന് മോളെ പിന്നെ അങ്ങനെ ഒരാണ്ട് നോക്കിക്കോളും. പിന്നെ എപ്പോഴും ഒന്ന് പിന്നെ താഴേക്ക് വീഴില്ല. നമ്മൾ ഒരടി പിന്നെ സ്ക്വയറിലാണ് കയറുണ്ടാകുക അപ്പുറത്തും ഇപ്പുറത്തും. അപ്പൊ എന്തായാലും ഹരിദാസേട്ടൻ ഈ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു കാര്യം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ നമുക്ക് മനസ്സിലായി. ഇവിടെ നോക്കിക്കഴിഞ്ഞത് എത്ര പിള്ളേരാണ് ഹരിദാസേട്ടാ? എത്ര പേരാ പണിക്കുള്ളേ? 12 പേരുണ്ട്. മറ്റേ അവരിപ്പോ സ്ഥിരമായിട്ടുള്ള അറിഞ്ഞപ്പോ അവർക്ക് മഴ ആയാലും കാറ്റായാലും വെയിലായാലും ഒക്കെ നമ്മൾ കാശ് കൊടുക്കണോ? അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ നീരൂറ്റി കുടിക്കുന്ന പ്രാണിയാണെങ്കിൽ എന്തിനാണെങ്കിലും റിസ്ക് എടുക്കാൻ പറ്റില്ല. വില കൂടിയ മരുന്നാണെങ്കിലും ഞാനത് വാങ്ങി ഉപയോഗിക്കും. എന്നാല് ഒരു ദിവസത്തെ പണിക്കൂലൊന്നും വരില്ല മരുന്നിന് വില കൂടിയാല്. നമ്മള് ശ്രദ്ധിക്കേണ്ട ആള്. അതായത് ഇപ്പൊ എത്ര ഏക്കറാണ് നമ്മൾ ഓണത്തിന് പച്ചക്കറി? 6.5 ഏക്കറോ? ഓണത്തിന് 6 ഏക്കർ 5 സെന്റ് 6.5 ഏക്കർ സ്ഥലം നമ്മൾ നട്ടതുണ്ട്. ഇനിയിപ്പോ ഓണം കഴിയുമ്പോഴേക്കും ഇനിയിപ്പോ ഇതെല്ലാം കൂടി പറഞ്ഞ മഴയും ഇങ്ങനെ വരുമ്പോൾ ഒരു പേടിയാണ്. ഇനി നടാനുള്ള സ്ഥലം 300 അവിടെ ഇനിയിപ്പോ ഇതാക്കിവിടാ. നമ്മളെ കഴിഞ്ഞ വർഷം നട്ടുന്ന സ്ഥലത്ത് ഇപ്പൊ നട്ടുണ്ട്. അവിടേക്ക് ഇവിടുത്തെ പന്തലിന്റെ പണി കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ടേക്ക് പന്തൽ വെട്ടാനായപ്പോഴേക്കോ അങ്ങോട്ടേക്ക് തിരിയാന്. അപ്പൊ എന്തായാലും ഈ പന്തലിനുള്ള ഈ മുള എവിടെ നിന്നാണ്? ഇത് നമുക്ക് രാമനാട്ടനെ കൊണ്ടുവന്നാണ് മുള. അതവിടെ നമ്മൾ മുറിച്ചെടുത്തതോ അല്ലെങ്കിൽ വാങ്ങിച്ചതാണോ? അല്ല, നമ്മള് കൂട്ടം എടുത്തിട്ട് നമ്മള് കുട്ടികളും കൂടി പോയിട്ട് മുറിച്ച് കൊണ്ടുവന്നാണ്. ഈ മുള അത്ര നല്ല മുളയൊന്നുമല്ല. ഇത് ഇതിന് പിന്നെ ഇത് കുറവാണ്, ഓട് കുറവാണ്. വെട്ടുന്നത് വരെ നിക്കണം, അത്രേ ഉള്ളൂ. അല്ല, ഒരു വർഷം എങ്ങനെയാലും കിട്ടും. കാരണം നമ്മള് അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ കാരണം മുള പരമാവധി നമ്മൾ മണ്ണിൽ തന്നെ വെച്ചിരിക്കുകയാണ്. മണ്ണിൽ തന്നെ വെക്കൊണ്ട് മുള നമ്മളിനി 1 മാസത്തിനൊന്നും മുള ഇനി ഉണങ്ങി പോവില്ല. അപ്പൊ പിന്നെ അതങ്ങനെ പിടിച്ച് നിന്നോളും. അപ്പൊ മുള ഉണങ്ങാതിരിക്കാൻ മണ്ണിൽ ചാടി വെച്ചാൽ മതി. 1 മാസം വരെ അതേപോലെ തന്നെ നിൽക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല. അപ്പൊ എന്തായാലും നമ്മളെ പച്ചക്കറി കൃഷിയുടെ 1ാം ഭാഗവും 2ാം ഭാഗവും കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അത് കണ്ടതിന് ശേഷം ഇത് കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതുവരെ ഏകദേശം പച്ചക്കറി നട്ട് 1 മാസം വരെ വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഇവിടെ വരികയാണെങ്കിൽ ഏകദേശം ഈ കടയുടെ തൊട്ട് താഴെ വരെ ഒരാഴ്ചയോളം വെള്ളമായിരുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് വെള്ളം ഇറങ്ങിപ്പോയെങ്കിലും പച്ചക്കറിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും പറ്റിയിട്ടില്ല. അപ്പൊ ഇനിയും വെള്ളമൊന്നും കയറി യാതൊരുവിധ പ്രശ്നവും പറ്റരുത്. നമ്മൾക്ക് ഇതിന്റെ 4ാം ഭാഗവും കൂടി എടുക്കാനായിട്ട് ഹരിദാസേട്ടന്റെ അടുത്ത് ഞങ്ങൾ എത്തും. അപ്പൊ വേറെ പ്രത്യേകിച്ച് ഒരു കുഴപ്പവും പറ്റില്ല എന്ന് തന്നെ ഞങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്തായാലും പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സംശയങ്ങൾ തീർന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്ര നേരം ഈ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ച ഹരിദാസേട്ടനോട് നന്ദി പറഞ്ഞുകൊണ്ട്, അതോടൊപ്പം തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും ഇതിന്റെ അടുത്ത വീഡിയോയുമായി കാണാം.